إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدوكم عن ذكر الله وعن الصلاة فهل أنتم منتهون ആദരണീയരായ സത്യവിശ്വാസികൾ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. മക്കയിൽ ഇസ്ലാം എത്തുന്നതിന് മുൻപ് മുഴുകുടിയന്മാരായിരുന്നു മക്കയിലെ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ. അവര് മദ്യത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ആളുകളായിരുന്നു. അറബയിലെ പുരാതന കവിതകളായ മുഅല്ലഖാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന കവിതകളുണ്ട്. അറബി സാഹിത്യത്തിൽ ഏറ്റവും പുരാതനമായി ഗണിക്കുന്ന കവിതകളാണവ. ആ കവിതകളിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ കള്ളിൻ്റെ വർണ്ണനകൾ ഏറെയായി ആ കവിതകളിൽ കാണാം. രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറന്നാൽ ആദ്യം മദ്യവീപ്പക്ക് മുന്നിലേക്ക് പോയി വയറ് നിറയെ മദ്യം മോന്തിയിട്ടില്ലെങ്കിൽ നേരെ നിൽക്കാൻ കഴിയാതിരുന്ന ഒരു സമൂഹം, രാത്രിയിൽ മദ്യം വയറ് നിറയെ കുടിച്ചില്ലായിരുന്നെങ്കിൽ ഉറക്കം വരാത്ത ഒരു സമൂഹം. അങ്ങനെയാണ് ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകളുടെ കള്ളിനോടുള്ള പ്രിയം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതുപോലെ തന്നെ കള്ള് വീപ്പയിൽ വീണ് ചത്തുകിടക്കുന്ന ഒരു വണ്ടിനെ നോക്കി ആ കവികൾ വർണ്ണിച്ച് പാടിയിരുന്നു, വണ്ടേ നീ എത്ര ഭാഗ്യവാനാണ്, ഈ മദ്യവീപ്പയിൽ കടന്നുകൊണ്ട് മദ്യത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് മരിക്കുവാൻ നിനക്ക് കഴിഞ്ഞുവല്ലോ എന്ന് കവിതയിലൂടെ പാടിയിരുന്ന ആളുകളായിരുന്നു അവർ. അതുപോലെ തന്നെ ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളിയുടെ താഴ്ഭാഗത്ത് നിങ്ങൾ മറമാടണം, കാരണം മുന്തിരിവള്ളിയുടെ വേരുകളിലൂടെ ഉതിർന്നു വീഴുന്ന ലഹരി മരിച്ച് മണ്ണായി ചേർന്ന എൻ്റെ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളാകുന്ന അസ്ഥികൾക്ക് തണുപ്പേകട്ടെ എന്ന് കവിത പാടുകയും വസിയ്യത്തുകൾ എഴുതി വെക്കുകയും ചെയ്തിരുന്ന മദ്യഭ്രാന്തന്മാരായിരുന്ന ഒരു സമൂഹത്തിന്റെ കാലഘട്ടത്തിന്റെ ചരിത്രമാണ് ജാഹിലിയ കാലഘട്ടത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന ആളുകൾക്ക് കൃത്യമായും മനസ്സിലാക്കുവാൻ സാധിക്കുക. പറഞ്ഞു വരുന്നത് മദ്യത്തിൻ്റെയും ലഹരിയുടെയുമെല്ലാം ഉപയോഗത്തെക്കുറിച്ച് തന്നെയാണ്. പലപ്പോഴും കൂട്ടുകാരുടെയോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെയെല്ലാം
പ്രേരണകളിൽ അകപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ദുഷ്പ്രവർത്തനങ്ങളിലേക്ക് വീണു പോകുന്ന ആളുകളാണ് അധികവും. എന്നാൽ വീണു പോയതിനു ശേഷം ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവായി അങ്ങനെയുള്ള വസ്തുക്കൾ അത്തരത്തിലുള്ള ആളുകൾക്ക് മാറുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബത്തിലെ ഭാര്യമാരും ഉമ്മമാരും മക്കളുമെല്ലാം അവൻ്റെ ഈ ദുഷ്പ്രവർത്തനം കാരണം കണ്ണീര് കുടിക്കുന്നു. കുടുംബത്തിലും അയൽവാസികൾക്കുമെല്ലാം ഒരു ഭാരമായിക്കൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ ആ ആളുകൾക്ക്, കുടുംബക്കാർക്കും അയൽവാസികൾക്കും നാട്ടുകാർക്കുമെല്ലാം അസഹ്യമായി തീരുന്ന ഒരു അവസ്ഥയും സമൂഹത്തിനിടയിലുണ്ട് എന്നത് നാം എല്ലാം കണ്ടതും അറിയുന്നതും ആയിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. ഇത് ഉപേക്ഷിക്കണം എന്ന് അവരോട് പറഞ്ഞ ഉപേക്ഷിക്കുവാൻ കഴിയൂല എന്നായിരിക്കും മറുപടി. അത് ശീലിച്ചു പോയി, ഇനി ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിഞ്ഞു മാറുവാൻ ഞങ്ങൾക്ക് കഴിയൂല എന്ന് പറയുകയും അതിൽ നിന്ന് വിട്ടുമാറുവാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്ന ചില അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ദുർന്യായങ്ങൾ ഇതിനി ഒഴിവാക്കാൻ പറ്റൂല എന്നൊരു വർത്തമാനമായിരിക്കും. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു മുഴുകുടിയന്മാരായിരുന്ന സമൂഹത്തിന്റെ ചരിത്രമാണല്ലോ നാം ആദ്യം പറഞ്ഞു വെച്ചത്. അത്രയും മദ്യത്തോട് ഇന്നുള്ള ആളുകളെക്കാൾ മദ്യത്തോട് പ്രിയമുണ്ടായിരുന്ന, അവരെക്കാൾ കുടിച്ചിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ പരിസരം തന്നെ അങ്ങനെയായിരുന്നു. അതൊരു പ്രശ്നമേ അല്ലാതിരുന്ന ഒരു കാര്യമായിരുന്നിട്ട് അതിൽ നിന്ന് ഇസ്ലാം അവരോട് വിരമിക്കണം, ഒഴിഞ്ഞു മാറണം എന്ന് കൽപ്പിച്ചപ്പോ അത്രയും മുഴുകുടിയന്മാരായിരുന്ന ആളുകൾക്ക് അതിന് കഴിഞ്ഞെങ്കിൽ പിന്നെ എന്താണ് ഇന്നത്തെ ആളുകൾക്ക് അതിൽ നിന്ന് കഴിയില്ല എന്ന് പറയുവാൻ, ദുർന്യായം ഉന്നയിക്കുവാൻ എങ്ങനെയാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് കഴിയുക? ഇസ്ലാം ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യവും ഇന്നേ വരെ സമൂഹത്തിൽ ആരെയും പഠിപ്പിച്ചിട്ടില്ല. ഒരു മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഖുർആൻ സമൂഹത്തോട് പറഞ്ഞതും വിലക്കിയതും എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ദുർന്യായങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് ശരിയായും ഈമാനിന്റെ വസ്തുതകൾ അവരുടെ മനസ്സുകളിലേക്ക് കൃത്യമായും വന്നിട്ടില്ല എന്നത് കാരണമാണ് ഇത്തരത്തിലുള്ള ദുർന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാറി നിൽക്കുവാൻ അവർ തയ്യാറാകുന്നത്. നാം പരിശോധിച്ചു നോക്കുക, ഘട്ടം ഘട്ടമായിട്ടായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ നിന്ന്, ജാഹിലിയ സമൂഹത്തിൽ നിന്ന്, സ്വഹാബികളിൽ നിന്ന് ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെ പാടെ പിഴുതെറിഞ്ഞത്. അവരോട് 3 ഘട്ടങ്ങളിലായിട്ടായിരുന്നു എന്ന കാര്യം നമുക്കെല്ലാം അറിയാം. ആദ്യമായി നിരുത്സാഹപ്പെടുത്തി, അത് നല്ല ഒരു വസ്തുവല്ല, ഉപദ്രവം കൂടുതലുള്ള ഒരു വസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം നിരുത്സാഹപ്പെടുത്തി. രണ്ടാമതായി ഭാഗികമായി വിലക്കി. നമസ്കരിക്കുന്ന സമയത്ത് സുക്രാനായിക്കൊണ്ട്, മദ്യത്തിലായിക്കൊണ്ട് നമസ്കരിക്കുവാൻ പാടില്ല എന്ന വിലക്ക്, ഭാഗികമായ വിലക്ക് ഏർപ്പെടുത്തി. മൂന്നാമതായി കഠിനമായ ഭാഷയിൽ ശക്തമായ പ്രയോഗങ്ങളിലൂടെ അവസാനിപ്പിക്കണമെന്ന അവസാനത്തെ താക്കീതും കൊടുത്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ആ 3 ഘട്ടങ്ങളിൽ പൂർണ്ണമായും ആ മദീനയിലെ ആളുകളുടെ ജീവിതത്തിൽ നിന്ന് മദ്യത്തെ വലിച്ചെറിയുവാൻ ഇസ്ലാം കൊണ്ടും ഈമാൻ കൊണ്ടും സാധിച്ചു എന്നത് ചരിത്രങ്ങൾ നമുക്ക് നൽകുന്ന കൃത്യമായ വസ്തുത തന്നെയാണ്. ഖുർആൻ മദ്യത്തെ വിരോധിച്ചുകൊണ്ട് പറയുന്ന വചനമാണ് ആദ്യത്തിൽ ഓതി കേൾപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളായ വിശ്വാസം ഉള്ളിൽ കടന്ന ആളുകളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു, തീർച്ചയായും മദ്യം, അതുപോലെ തന്നെ ചൂതാട്ടം, ലോട്ടറി പോലെയുള്ള, അതുപോലെയുള്ള ചീട്ടുകളി പോലെയുള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന ചൂതാട്ടങ്ങൾ, വൽ അൻസാബു, ബലിപ്രതിഷ്ഠകൾ, അന്നത്തെ കാലത്ത് വിഗ്രഹങ്ങൾക്ക് മുന്നിൽ ബലിയർപ്പിക്കുവാൻ വേണ്ടി അവരുപയോഗിച്ചിരുന്ന ബലിപ്രതിഷ്ഠകൾ, വൽ അസ്ലാമു, അതുപോലെ തന്നെ തങ്ങളുടെ ഭാഗ്യനിർഭാഗ്യങ്ങളെ പരീക്ഷിക്കുവാനും പരിശോധിക്കുവാനും വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ചില കൊമ്പുകോലുകൾ, അത് എറിഞ്ഞുകൊണ്ട് അവർ നടത്തിയിരുന്ന ഭാഗ്യ പരീക്ഷണങ്ങൾ, ഇങ്ങനെയുള്ള കൊമ്പുകോലുകൾ, ഇതെല്ലാം റിജുസുൻ മിൻ അമലി ശൈത്താൻ, റിജുസുൻ മിൻ അമലി ശൈത്താൻ, ശൈത്താന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട മ്ലേച്ഛതകളാകുന്നു. ഫജ്തനിബൂ, നിങ്ങൾ അതിനെ ഒഴിവാക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചവരുടെ കൂട്ടത്തിലായേക്കാം. ഇവിടെ കള്ള് പോലെയുള്ള വസ്തുക്കൾ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് ഉള്ള വിജയം എന്ന് ഖുർആൻ പറഞ്ഞു തന്നത്
പരലോകത്തിലെ വിജയം മാത്രമല്ല, ദുനിയാവിലെ പ്രശ്നങ്ങൾ അതുപോലെ ഉണ്ടാകുന്ന, ശരീരത്തിനുണ്ടാകുന്ന, ബ്രെയിനിനെ ബാധിക്കുന്ന, അതുപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കുന്ന, പാൻക്രിയാസിനെ ബാധിക്കുന്ന, കരളിനെ ബാധിക്കുന്ന, ആരോഗ്യത്തെ ബാധിക്കുന്ന മഹാമാരിയായി ശരീരത്തിൽ പ്രവർത്തിക്കുന്ന, ശരീരത്തെ പരാജയപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്നും അത് വിട്ടുനിന്നാൽ അവൻ വിജയിക്കും. കുടുംബത്തിന് അതുമൂലമുണ്ടാകുന്ന ദുഷ്പേരുകളിൽ നിന്ന്, തറവാടിന് അതിൽ നിന്നേൽക്കുന്ന ഭംഗത്തിൽ നിന്ന്, കുടുംബത്തിനേൽക്കുന്ന വേദനകളിൽ നിന്ന്, അയൽവാസികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് എല്ലാം മാറ്റി നിർത്തുവാൻ ആ മദ്യത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് സാധിക്കും എന്നത് തന്നെയാണ് ഭൗതികമായും ആത്മീയമായുമുള്ള വിജയം തന്നെയാണ് ഖുർആൻ അതിലൂടെ പറഞ്ഞത്. തുടർന്ന് എന്താണ് അത് വിരോധിക്കുവാനുള്ള കാരണമെന്ന് സ്വഹാബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. നമ്മെ ഏവരെയും കൃത്യമായും അതിന്റെ ദോഷങ്ങൾ എണ്ണിത്തന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഇന്നമാ യുരീദു ശൈത്വാനു, തീർച്ചയായും മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന പിശാച്. ഇന്നമാ യുരീദു ശൈത്വാനു, ശൈത്വാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുവാനാണ് ശൈത്വാൻ ശ്രമിക്കുന്നത്. ഫിൽ ഖംരി വൽ മൈസിരി, കള്ളിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും പകയും ഉണ്ടാക്കുവാനാണ് പിശാച് ശ്രമിക്കുന്നത്. അത് കള്ളുകുടിയന്മാരായ ആളുകൾ നല്ല നിലക്ക് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? പ്രശ്നങ്ങളായിരിക്കും, എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും ചൂതാട്ടമുള്ള ആളുകളും. അത്തരത്തിൽ തന്നെ പിശാച് ഉദ്ദേശിക്കുന്നത് ഈ കള്ളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുതയും പകയും പരത്തുവാൻ വേണ്ടിയാണ്. വയസുദ്ദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് തെറ്റിച്ചു കളയുന്നതുമാണ് ആ രണ്ട് വസ്തുക്കളും. വഅനിസ്വലാഹ്, നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തെറ്റിച്ചു കളയുന്ന വസ്തുവാണത്. നിങ്ങളുടെ ഇടയിൽ ശത്രുതയും പകയും ഉണ്ടാക്കുന്ന അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുന്ന, നമസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുന്ന ഒരു വസ്തുവാണത്. ഫഹൽ അൻതും മുൻതഹൂൻ, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ? അവസാനിപ്പിക്കുവാനായില്ലേ? നിർത്തുവാനായില്ലേ? എന്ന ഗൗരവമായ ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അങ്ങനെ ഈമാൻ മനസ്സിലുണ്ടായിട്ടും മദ്യത്തെ ഉപേക്ഷിക്കാത്ത ആളുകളോട് അതിശക്തമായ അറബി ഭാഷയിലെ പ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾക്ക് വിരമിക്കുവാനായിട്ടില്ല എന്നത്. ഇത് കേവലമായ ഒരു കള്ളിനെ കുറിച്ച് മാത്രമുള്ള വസ്തുതയല്ല, കാര്യമല്ല പറയുന്നത്. മറിച്ച് ലഹരിക്കായി ഉപയോഗിക്കുന്ന പാൽ ഉൽപ്പന്നങ്ങൾ, കഞ്ചാവ്, മറ്റു വസ്തുക്കൾ, ലഹരിക്കായി ആളുകൾ ഉപയോഗിക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിന്റെ എല്ലാം സ്വഭാവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നത്. അത്തരത്തിലുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ, ഹാൻസ് പോലെ, പാൻപരാഗ് പോലെയുള്ളത് ഉപയോഗിക്കുന്ന ആളുകൾ, കഞ്ചാവ് പോലെയുള്ള മനുഷ്യന്റെ ബുദ്ധിയെ തന്നെ നശിപ്പിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ, ലഹരിക്ക് വേണ്ടി മറ്റു വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കുവാനായില്ലേ എന്ന ഗൗരവമേറിയ ചോദ്യമാണ് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. ജീവിതത്തിലെയും മരണാനന്തരമുള്ള വിജയമാണ് കൊതിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണം എന്ന് തന്നെയാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതോടുകൂടി ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു വാക്ക് കേട്ടതോടുകൂടി സ്വഹാബത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? ഇൻതഹൈന ഇൻതഹൈന, ഞങ്ങളിതാ അവസാനിപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ ആയത്തിനെ കേട്ടപ്പോൾ ആ മദ്യക്കുപ്പികളെ വലിച്ചെറിയുവാൻ മാത്രമുള്ള ഈമാൻ അവരുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മദ്യവിൽപ്പനക്കാരുടെ വീടുകളിൽ, പത്തായപ്പുരങ്ങളിൽ അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന മദ്യവീപ്പകളെ തച്ചുടക്കുകയും ആ മദീനയുടെ തെരുവീതികളിലൂടെ മദ്യത്തിന്റെ അരുവി കണക്ക് ഒഴുകിയെന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതാണ്. ആ സമൂഹത്തിന് ഖുർആനിന്റെ വചനങ്ങൾ കേട്ടപ്പോഴുണ്ടായ മാറ്റം ഈമാനിനെ ഉൾക്കൊണ്ടവരായ നമ്മളുടെ മനസ്സുകളിലും ഉണ്ടാകേണ്ടതുണ്ട്. ആ മദ്യത്തെ വിരോധിച്ചതിന് ശേഷം അതിനോടടുക്കുന്ന എല്ലാ വാതിലുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ കൊട്ടിയടക്കുകയാണ് ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നു, ഫിൽ ഖംരി അശ്റ, കള്ളിൽ 10 കാര്യങ്ങളുണ്ട്. ശപിക്കപ്പെട്ട കള്ളുമായി ബന്ധപ്പെട്ട് 10 കാര്യങ്ങൾ ശപിക്കപ്പെട്ടതായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുകയും നമ്മളോട് അതിനെ എണ്ണി പറഞ്ഞു തരികയും ചെയ്തു. കള്ള് കുടിക്കുന്നവൻ
കുടിപ്പിക്കുന്നവൻ. ചിലർ പറയും ഞാൻ കുടിക്കാറൊന്നുമില്ല, പക്ഷെ ആളുകൾക്ക് മദ്യം വിളമ്പിക്കൊടുക്കും, അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കും, അതിനെ വിൽക്കും, ലഹരി വസ്തുക്കൾ വിൽക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ എണ്ണിയെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുടിക്കുന്നവൻ, കുടിപ്പിക്കുന്നവൻ, വിൽക്കുന്നവൻ, വാങ്ങുന്നവൻ, വാറ്റുന്നവൻ, വാറ്റിക്കുന്നവൻ, കൊണ്ടുപോകുന്നവൻ, ആർക്ക് വേണ്ടിയാണോ കൊണ്ടുപോകുന്നത് അവൻ അതിന് അതിന്റെ വില അത് വിറ്റ് അതിന്റെ വില ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ, അതിനെ ചെത്തുന്നവൻ, ഇങ്ങനെ എണ്ണിയെടുത്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യവുമായി ലഹരിയുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകളോടും ശക്തമായ ഭാഷയിൽ വിലക്കുന്ന കാര്യങ്ങളാണ് കൃത്യമായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതുമായി ബന്ധപ്പെട്ട എല്ലാ വാതിലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊട്ടിയടച്ചു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അത് മാത്രവുമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കള്ളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. മദ്യം എന്നത് തിന്മകളുടെ മാതാവാണ്, തിന്മകളുടെ ഉമ്മയാണ് കള്ള്. ഏതേത് തിന്മകളുണ്ടോ, ക്രൂരമായ പ്രവർത്തനങ്ങളുണ്ടോ, നമ്മയെല്ലാം നടുക്കുകയും നാടിനെ നെട്ടിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടോ, അതിന്റെ എല്ലാം പിന്നിൽ മദ്യത്തിന്റെ സ്വാധീനമുണ്ടാകും എന്നത് ഒരു പരമാർത്ഥമാണ്. ഇന്ന് ചില വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബങ്ങളിൽ, സ്വന്തം വീടുകളിൽ സ്ത്രീകൾ പോലും സുരക്ഷിതരല്ലാത്ത അവസ്ഥയിലുള്ള വാർത്തകൾ, ഞെട്ടിക്കുന്ന വാർത്തകൾ, പേരക്കുട്ടിയോട് വല്യപ്പ ചെയ്ത ഞെട്ടിക്കുന്ന വാർത്തകൾ, അതുപോലെ തന്നെ സഹോദരിമാരോട് ചെയ്ത ഞെട്ടിക്കുന്ന വാർത്തകൾ, അതുപോലെ തന്നെ ക്രൂരമായ നാടെല്ലാം വിറങ്ങലിച്ചു നിൽക്കുന്ന തരത്തിലുള്ള കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പിന്നിലുള്ള ചരിത്രങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ മദ്യത്തിന്റെ സ്വാധീനം അവർക്കിടയിലെല്ലാം കാണുവാൻ സാധിക്കും എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ സമൂഹത്തിന് ഒരു മുൻകാല സംഭവം പറഞ്ഞു കൊടുത്തു. ഒരു ആബിദായ മനുഷ്യൻ, നല്ല ഇബാദത്ത് ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ, ആ മനുഷ്യനെ ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് വേശ്യയായ ഒരു സ്ത്രീ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. നന്മ ആഗ്രഹിച്ചുകൊണ്ട്, ഉപകാരത്തിനാണെന്ന് വിചാരിച്ച് അദ്ദേഹം പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ വാതിലുകൾ കൊട്ടിയടച്ച് 3 തിന്മകളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുവാൻ ആ സ്ത്രീ അവരോട് കൽപ്പിക്കുന്നു. ഒന്നുകിൽ മദ്യമുണ്ട്, അത് കുടിക്കുക, അതല്ലെങ്കിൽ ഒരു കുട്ടിയെ വധിക്കുക, അതുമല്ലെങ്കിൽ ആ സ്ത്രീയെ പ്രാപിക്കുക. ഈ 3 കാര്യങ്ങളായിരുന്നു അവർ പറഞ്ഞത്. ഇത് ചെയ്തില്ലെങ്കിൽ ഞാനിവിടെ വെച്ച് ബഹളമുണ്ടാക്കും, പ്രശ്നമുണ്ടാക്കും. അങ്ങനെ അയാൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. കുട്ടിയെ കൊല്ലുവാൻ അയാൾക്ക് സാധിക്കുമായിരുന്നില്ല, വ്യഭിചരിക്കുവാനും അയാൾക്ക് സാധിക്കുമായിരുന്നില്ല. അയാൾ മദ്യമെടുത്ത് കുടിച്ചു. മദ്യമെടുത്ത് കുടിച്ചതോടുകൂടി അയാളുടെ ബുദ്ധി മറഞ്ഞു. അതോടുകൂടി ആ സ്ത്രീയെ അയാൾ പ്രാപിച്ചു, ആ കുട്ടിയെ അയാൾ വധിക്കുകയും ചെയ്തു. ഇത് പറഞ്ഞുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫജ്തനിബൂ ഇന്നഹാ ഉമ്മുൽ ഖബായിസ്. നിങ്ങൾ അതിനെ അടുപ്പിക്കരുത്, ദൂരെയാക്കണം, അതുമായി അടുക്കരുത്. അത് ഉമ്മുൽ ഖബായിസ് ആണ്, തിന്മകളുടെ മാതാവാണ് എന്ന് അദ്ദേഹം കൃത്യമായും പറയുകയും ചെയ്തു. തിന്മകളുടെ മൂലകാരണമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കാര്യമാണ് ലഹരി, മദ്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മദ്യപാനികൾ, നമസ്കരിക്കുന്ന ആളുകളൊക്കെ മദ്യം കുടിക്കുന്നവരായി ഉണ്ടായേക്കാം എന്നതുകൊണ്ട് തന്നെ കൃത്യമായും പള്ളിയിൽ വരുന്ന ആളുകൾ പോലും അത്തരത്തിലുള്ള ദുഷ്പ്രവർത്തനങ്ങൾ ഒഴിവാക്കാത്തവരുണ്ടാകാം എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നു, മൻ ശരിബൽ ഖംറ വസകറ ലം തുഖ്ബലു ലഹു സ്വലാത്ത് 40 സ്വബാഹൻ. ഒരാള് കള്ള് കുടിക്കുകയാണെങ്കിൽ അയാളുടെ 40 ദിവസത്തെ നമസ്കാരം അത് കാരണം നഷ്ടപ്പെടും. 40 ദിവസത്തെ നമസ്കാരത്തിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യപാനം മുഖേന ഒരാളിൽ നിന്ന് മായ്ച്ചു കളയും എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. വഇൻ മാത ദഖലൻ നാറ. അങ്ങനെ കള്ളു കുടിച്ചവനായി ലഹരിയിലായിക്കൊണ്ട് അവൻ മരിച്ചു പോയാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു. ഫഇൻ താബ അല്ലാഹു അലൈഹി. ഇനി അയാൾ അതിൽ നിന്ന് വിരമിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കും. എന്നിട്ട് പറയുകയാണ് വഇൻ ആദ. ഇനി അവൻ വിരമിച്ചു, തൗബ ചെയ്തു, ഒക്കെ ചെയ്തു, എന്നിട്ട് വഇൻ ആദ, എന്നിട്ട് അവൻ വീണ്ടും മദ്യത്തിലേക്ക് മടങ്ങി. അങ്ങനെയാണെങ്കിൽ അവന്റെ ഫശരിബ ഫസക്കറ ലം തുഖ്ബൽ ലഹു സ്വലാത്ത് 40 സ്വബാഹ.
40 ദിവസത്തെ നമസ്കാരം വീണ്ടും അവനിൽ നിന്ന് അള്ളാഹു അത് കാരണം എടുത്തു കളയും. ഫൈൻ മാത ദഖലന്നാറ, അതിൽ മധ്യത്തിലായിക്കൊണ്ട് അവൻ മരിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു. ഫൈൻ താബ അല്ലാഹു അലൈഹി, ഇനി അവൻ തൗബ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബയെ സ്വീകരിക്കുകയും ചെയ്യും. ഇങ്ങനെ 3ാമത്തെ തവണയും ഇതേ വാചകങ്ങൾ തന്നെ. 3ാമതായി വീണ്ടും അവൻ മടങ്ങി വന്നു, വീണ്ടും അവൻ കുടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ 40 ദിവസത്തെ നമസ്കാരം അവനിൽ നിന്ന് നഷ്ടപ്പെടും. 3ാമത്തതും കഴിഞ്ഞ് അവൻ തൗബ ചെയ്ത് വീണ്ടും അവൻ മടങ്ങുകയാണെങ്കിൽ വഇൻ ആദ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യസ്ഖിയഹു മിൻ റദഗത്തിൽ ഖബാൽ, ഇനി 4ാമതും അവൻ അതിലേക്ക് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു അവനെ റദഗത്തുൽ ഖബാലിൽ നിന്ന് കുടിപ്പിക്കും എന്ന് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ റദഗത്തുൽ ഖബാലിൽ നിന്ന് അത്തരക്കാരെ കുടിപ്പിക്കും. ഖാലു യാ റസൂലല്ലാഹ് വമാ റദഗത്തുൽ ഖബാൽ, അവർ ചോദിച്ചു എന്താണ് റസൂലേ റദഗത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? ഖാല ഉസാറതു അഹ്ലിന്നാർ, ഖാല ഉസാറതു അഹ്ലിന്നാർ, അത് നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദുർമണം വമിക്കുന്ന വളരെ ദുഷിച്ച ഒരു പാനീയമാണ്. അവരുടെ ശരീരത്തിലെ നീരും ചലവുമായിരിക്കും അത്തരത്തിലുള്ള ആളുകൾക്ക് കുടിപ്പിക്കപ്പെടുക എന്ന കാര്യവും മദ്യപാനികളായ ആളുകളോട് വളരെ താക്കീതിന്റെ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി കാണുവാനും വിട്ടുനിൽക്കുവാനും അതിൽ വീണുപോയ ആളുകൾക്ക് വിട്ടുനിൽക്കുവാനും സാധിക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ അരിച്ചു കയറി വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വിദ്യാർത്ഥികളിലേക്ക് ലഹരി വസ്തുക്കൾ അരിച്ചു കയറി വരുന്നു എന്നത് അത് ഒരുപക്ഷെ കുടിക്കുന്ന കുപ്പിയിലുള്ള മദ്യത്തിലൂടെ ആയിരിക്കുകയില്ല. ചെറിയ ചെറിയ ലഹരി പദാർത്ഥങ്ങൾ നുണഞ്ഞുകൊണ്ട് അവര് വലിയതിലേക്ക് എത്തിപ്പെടുകയും അതിന്റെ അടിമകളായി മാറുകയും ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാനുൽപ്പന്നങ്ങളും അതുപോലെ തന്നെ കഞ്ചാവ് ബീഡികളുമെല്ലാം ആയിക്കൊണ്ട് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വീണുപോകുന്നു എന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെയുള്ള യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. എന്താണ് കള്ളല്ലാത്ത മറ്റു വസ്തുക്കൾ എങ്ങനെയാണ് വിരോധിക്കപ്പെടുന്നത് എന്ന് ചോദ്യം ഉന്നയിക്കുന്നവരുണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായും പറഞ്ഞു തന്നു, കുല്ലു മുസ്കിരിൻ ഖംറുൻ വ കുല്ലു ഖംറിൻ ഹറാം. എന്തുകൊണ്ട് കള്ള് ഹറാമാകുന്നു എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച വിശദീകരണം കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ മത്തുണ്ടാക്കുന്നതും ലഹരി ബാധിപ്പിക്കുന്നതും അത് ഖംറാകുന്നു, കള്ളാകുന്നു. വകുല്ലു ഖംറിൻ ഹറാം, എല്ലാ മത്തുണ്ടാക്കുന്നതും ലഹരി ബാധിപ്പിക്കുന്നതും ഹറാം തന്നെയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായും പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ അതിൽ നിന്നും കൃത്യമായും വിരമിക്കേണ്ടതുണ്ട്. കുട്ടികൾ അതിൽ നിന്ന് വീണു പോകുന്നതിനെ കുറിച്ച് ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുവാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ചീത്ത കൂട്ടുകെട്ടുകളായിരിക്കും അവരെ അതിലേക്ക് നയിക്കുന്നത്. അങ്ങനെയുള്ള ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് അവരെ മാറ്റി നിർത്തണം. അതുപോലെ തന്നെ അവരുടെ ബാഗുകൾ ഇടയ്ക്കെങ്കിലും പരിശോധിക്കുവാൻ രക്ഷിതാക്കൾ തയ്യാറാകണം. അവരുടെ സഹപാഠികളുമായി എങ്ങനെയാണ് തൻ്റെ കുട്ടി സ്കൂളുകളിൽ എന്നത് പരിശോധിക്കുവാനും അന്വേഷിക്കുവാനും തയ്യാറാകേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് കുട്ടികൾ വീണുപോകുന്നതിനെ പറ്റി രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധാലുക്കളാകേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന ബോധം കൂടി നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള മ്ലേച്ഛതകളിൽ നിന്ന് നമ്മളെയും കുടുംബത്തെയും സമൂഹത്തെയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ.